അയ്യോ! ഇവിടെ സന്ധ്യ നേരമാകുമ്പോൾ ഈ വീട്ടിലെ ഓരോ അമ്മമാരും ഇവിടെ ഇറങ്ങി നിൽക്കും കേട്ടോ. ഓരോ പിള്ളേരെ അവരുടെ വീടിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്കും കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുന്നത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. ഇവിടെ ഒരാൾ പണി സാധനങ്ങളെല്ലാം കൊണ്ട് തിരിച്ച് വരുന്നുണ്ട്. ഏത് വീട്ടിൽ പോയാലും ആരെങ്ങോട്ടും അങ്ങോട്ടും പോയാലും അവരവരുടെ പണി സാധനങ്ങൾ കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട് അവനോട്, പണി സാധനങ്ങളെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ടോ? സാധാരണ മറ്റേ നമ്മൾ മുഴക്കോലും തേപ്പുപെട്ടിയൊക്കെ എടുത്ത് പണി കഴിയുമ്പോൾ പോകത്തില്ല, അതുപോലെ ഇവിടെ ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് സന്ധ്യ നേരമാകുമ്പോൾ ഓരോരുത്തരുടെ സാധനങ്ങൾ പിറകെ തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവിടെ എല്ലാം കൊണ്ടുവച്ചിട്ട് പിന്നെ ഭയങ്കര ഉത്തരവാദിത്തമാണ് കേട്ടോ. എല്ലാം കൊണ്ടുവച്ചിട്ട് നോക്കും, കൊണ്ടുപോയ സാധനങ്ങളെല്ലാം ഉണ്ട്. ഏതെങ്കിലും അതിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു അറ്റം പോയാൽ മതി, അത് അവിടെ ഇരുന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ട് പിറ്റേന്ന് പോയി, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വിളിച്ച് ചോദിക്കും മതിലിൻ്റെ പുറകെ നിന്നുകൊണ്ട്, അതേ എൻ്റെ ആ സാധനം അവിടെ കിടപ്പുണ്ടേ, അത് എടുത്ത് വെച്ചേക്കണേ, ഞാൻ നാളെ വരും കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ നോക്കിയിട്ടാണ് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് അമ്മ ഒരു ട്രങ്ക് പെട്ടി, പണ്ടത്തെ ട്രങ്ക് പെട്ടിയില്ലേ, ആ പെട്ടി കൊണ്ടുപോകുന്ന കണക്ക്. അപ്പം നമ്മുടെ ബ്രീഫ് കേസൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടുപോകുന്ന കണക്ക് ഇവിടെ ഒരാൾ ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് നല്ലപോലെ പറക്കും കേട്ടോ. ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജ് തീർന്നിരിക്കും, അല്ല ആ പ്ലെയിൻ നല്ലപോലെ പറക്കുന്നതാണ്. അത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ചാർജിനിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബേബി, സീ യു.